25 മുതൽ 36 ബില്യൺ വരെ തുക അഥവാ മൊത്തം ബജറ്റിന്റെ 60% ജീവനക്കാരുടെ വേതനത്തിനും ഇതര ആനുകൂല്യങ്ങൾക്കുമായി നീക്കിവച്ചിട്ടുണ്ട്. 18 ബില്യൺ റിയാൽ മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതടക്കം നടത്തിപ്പ് ചെലവുകൾക്കാണ് വകയിരുത്തിയിട്ടുള്ളത്. നിർമ്മാണ പദ്ധതികൾക്കായി 5 ബില്യൺ റിയാലും മാറ്റിവെച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ 151 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ പുതിയതായി സ്ഥാപിക്കുന്നതിന് മന്ത്രാലയം അംഗീകാരം നൽകി. കൂടാതെ ചില പ്രവിശ്യകളിലെ ജനറൽ ആശുപത്രികളുടെയും സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെയും നിർമ്മാണത്തിനും മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന മക്ക പ്രവിശ്യയിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി, കിഴക്കൻ പ്രവിശ്യയിലെ കിങ് ഖാലിദ് മെഡിക്കൽ സിറ്റി, സൗദിയുടെ ദക്ഷിണ ഭാഗത്തുള്ള കിങ് ഫൈസൽ മെഡിക്കൽ സിറ്റി, ഉത്തരഭാഗത്തുള്ള അമീർ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റി എന്നിവ ഈ വർഷം കമ്മീഷൻ ചെയ്യുന്നതിനും റിയാദിലെ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയുടെ നവീകരണത്തിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ വികസന പദ്ധതികളിൽ രാജ്യത്തെ വിവിധ ആശുപത്രികളിലെ ലാബുകളുടെയും കേന്ദ്ര ബ്ലഡ് ബാങ്കുകളുടെയും വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടും. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവിധ പ്രവിശ്യകളിലെ ഹോസ്പിറ്റൽ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സുകൾ, ഹോസ്പിറ്റലുകളുടെ അനുബന്ധ കെട്ടിടങ്ങൾ, അവയുടെ സജ്ജീകരണങ്ങൾ തുടങ്ങിയവയ്ക്ക് 1.9 ബില്യൺ റിയാലും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ 720 ദശലക്ഷം റിയാൽ ചെലവ് വരുന്ന മെഡിക്കൽ ഐറി വിഭാഗങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയം അംഗീകാരം നൽകിയിട്ടുണ്ട്. മീഡിയ 1 റിയാദ്.